as the sun begins to rise, we lift our hearts to the skies. Jesus, you're our guide and light. Fill our day with love so bright. Morning devotion, we come in. Praise the Lord. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം 8:2 ഇങ്ങനെ പറയുന്നു: ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അതായത് ഹല്ലേലൂയ, ജീവന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ജീവന്റെ ആത്മാവാണ്. എനിക്ക് ജീവൻ തരുന്ന ആത്മാവാണ്. ജീവന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ ബന്ധങ്ങളുണ്ട്, വളർച്ചയുണ്ട്, ചലനമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്റെ ജീവിതത്തിൽ ജീവന്റെ പ്രമാണം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഏതോ ചില വ്യവസ്ഥകളിൽ അധിഷ്ഠിതമായതല്ല, സ്നേഹത്തിൽ അധിഷ്ഠിതമായതാണ്. ജീവന്റെ പ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രമാണമാണ്. ദൈവത്തിന്റെ പ്രമാണം എന്നെ വിടുവിച്ചത് എവിടെ നിന്നാണ്? മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്നും. പാപം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ അവിശ്വസിക്കുന്നതാണ് പാപം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ പാപം. അപ്പോഴും ആമേൻ, പാപത്തിന്റെ പ്രമാണം എന്ന് പറയുമ്പോൾ എന്റെ അകത്ത് അവിശ്വാസം വന്നിരിക്കുക. വിശ്വസിക്കാൻ കഴിയുന്നില്ല, മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആമേൻ. അവിടെ വളരെ വ്യക്തമായി പറയുന്നു, വിശ്വാസം എന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പാപം എന്നതിനെ കുറിച്ചോ പറയുമ്പോൾ അവിടെ കാണുന്നത് വിശ്വാസമില്ലായ്മ എന്നതിനപ്പുറത്ത് നമ്മള് ഇന്നെല്ലാവരും തന്നെ വിശ്വസിക്കുന്നവരല്ലേ. അവൻ ദൈവമില്ല എന്ന് പറയുന്നവർ പോലും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ വിശ്വസിക്കേണ്ടത് എന്താണ്? യേശു ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിക്കണം. അതായത് യേശുവിൽ വസിച്ച അതേ പുത്രത്വത്തിന്റെ ആത്മാവ് എന്റെ അകത്തുമുണ്ടെന്നുള്ള വിശ്വാസമാണ് എനിക്ക് മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയത്. ഇന്ന് പകൽ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾ കാണുകയും അറിയുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന എല്ലാ ആളുകളുടെ ജീവിതത്തിലേക്ക് അതേ ഹല്ലേലൂയ നിങ്ങളൊരു അനുഗ്രഹമായി തീരാനായിട്ട്, അനുഗ്രഹം അനുഭവിക്കുക എന്നതിനപ്പുറത്ത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുവാനായിട്ട് ഈ ബോധ്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, ഐ ആം ഇൻ ക്രൈസ്റ്റ്, വി ആർ വൺ എന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.